ഒരാൾ കാഫറാകണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിഷേധിച്ചാലേ കാഫറാവുള്ളൂ. ചിലത് നിഷേധിച്ചത് കൊണ്ട് ഒരാൾ കാഫറാവുകയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. സമസ്തക്കാരൻ മാത്രമല്ല, അല്ലാത്തവൻ ചോദിച്ചാലും അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുൽ വിശ്വസിച്ചു, നബിയിൽ വിശ്വസിച്ചു, ഖുർആൻ അംഗീകരിച്ചു, അപ്പൊ പിന്നെ മുസ്ലിമനല്ലേ, പിന്നെ എങ്ങനെ കാഫറാവും? അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്തുന്നത് കൊണ്ട് മാത്രം അവന് ഉദിർ കൊടുത്തുകൂടെ? അവൻ അറിവില്ലായ്മന്റെ ഉദിർബിൻ ജഹ്ലി കൊടുത്തുകൂടെ? അല്ലെങ്കിൽ അവനെ മുസ്ലിമാക്കിക്കൂടെ? കാരണം മക്കയിലെ അറബികളെ പോലെ അല്ലല്ലോ. അപ്പൊ ആ ഗണത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നവരും സംശയം ഉന്നയിക്കുന്നവരും ഒക്കെ ഒരുപോലെയാണ്. അതിന് ശേഷം ഇവിടെ 5 രീതിയിൽ മറുപടി പറയുന്നുണ്ട്. വൽ ജവാബ്, ഈ സംശയം ചോദിക്കുന്നവർക്കുള്ള മറുപടി അന്നഹു ലാ ഖിലാഫ ബൈനൽ ഉലമാഇ കുല്ലിഹിം അന്ന الرجل اذا صدق رسول الله صلى الله عليه وسلم في شيء وكذبه في شيء انه كافر لم يدخل في الاسلام. ഇവിടെ ചോദ്യത്തിന് അകക്കാമ്പ് അല്ലെങ്കിൽ ആകത്തുക ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിഷേധിച്ചാൽ അല്ലേ കാഫറാവുക എന്നതാണ് അവരുടെ ചോദ്യം, സംശയം. അതിന് ശേഷം മറുപടി അറിയാൻ, പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു ഭിന്നതയും ഇല്ലാത്ത ഏകോപിച്ച ഒരു വിഷയമാണ് ഒരാൾ നബിയെ സത്യപ്പെടുത്തി മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നൊരുത്തൻ വിശ്വസിച്ചു. അള്ളാഹുലും വിശ്വസിച്ചു, റസൂലിനെ അംഗീകരിച്ചു. പക്ഷേ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അംഗീകരിച്ച് സത്യപ്പെടുത്തിയ ഒരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ അവൻ കളവാക്കി. മുഹമ്മദ് അള്ളാഹുവിന്റെ നബി അല്ല എന്നോ പറയില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്, നബി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിക്കൊള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആനിലില്ലാത്ത ഒരു കാര്യം, അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നൊരു പറഞ്ഞു. അപ്പൊ അവൻ ഒന്നേ നിഷേധിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവൻ അംഗീകരിക്കുന്നുണ്ട്. ഇവൻ കാഫറാണോ മുസ്ലിമാണോ? അവൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, മുഹമ്മദ് നബി അംഗീകരിക്കുന്നു, മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒന്നൊഴിച്ച് ബാക്കിയൊക്കെ അവൻ വിശ്വസിക്കുന്നു. ഒരു ഉദരത്തൂടെ ചെറിയ ഒരു കാര്യം ഒറ്റൊന്ന്, ബാക്കിയൊക്കെ അവൻ അംഗീകരിക്കുന്നു. ഒരു കാര്യം മാത്രമേ അവന് അംഗീകരിക്കാത്തുള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്ന ന്യായം പറയുന്ന ആളുകളുടെ വാദമനുസരിച്ച് ഇവൻ മുസ്ലിമാണ്. എന്നാൽ ശേഖ് പറയാണ് അന്നഹു കാഫിറുൻ ലം യദ്ഖുൽ ഫിൽ ഇസ്ലാം, അവൻ കാഫറാണ്, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടേയില്ല. അപ്പോ എന്തിലും പറ്റൂല. പൊതു മുസ്ലിം ഇത് വട്ടത്തിന്റെ ഉള്ളിൽ ചൂടാണ്. ഈ വൃത്തത്തിന്റെ ഉള്ളിൽ മുസ്ലിം എന്ന വൃത്തത്തിന്റെ ഉള്ളിൽ വക്കത്തട നിന്നോട്ടെ, ഇങ്ങോട്ട് കൂട്ടണ്ട, ഒരു വക്കത്തേക്ക് മപ്പള എന്ന് പറയാൻ അതും പറ്റൂല. ആമന ബിബഅദിൽ ഖുർആൻ, ഇനി ഒരുത്തൻ ഖുർആനിൽ ചില കാര്യങ്ങൾ അവൻ വിശ്വസിക്കുന്നു, വജഹദ ബഅദഹു, ഖുർആനിൽപ്പെട്ട ചില കാര്യങ്ങൾ അവൻ നിഷേധിക്കുന്നു. ഇനി കുറെ അംഗീകരിക്കുന്നു, ഒരു കാര്യം നിഷേധിച്ചു. ഇതേപോലെ കമൻ അഖറ ബിത്തൗഹീദ്, ഖുർആൻ കൊണ്ടുവന്ന തൗഹീദൊക്കെ അംഗീകരിച്ചു, റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ സിഫാത്തൊക്കെ അംഗീകരിക്കും. പക്ഷേ ഖുർആനിൽ കൽപ്പിക്കപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് വജഹദ വുജൂബ സ്വലാത്ത്, നമസ്കാരം നിർബന്ധമില്ല എന്നൊരുത്തൻ പറയും. അള്ളാഹുവിനെ അംഗീകരിച്ചു, റസൂൽ അംഗീകരിച്ചു, ഖുർആനിലുള്ളതൊക്കെ അംഗീകരിക്കുന്നു, പക്ഷെ നമസ്കാരം നിർബന്ധമാണ്, അത് ഞാൻ അംഗീകരിക്കില്ല. ഖുർആനിൽ പറഞ്ഞ നമസ്കാരം എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പ്രാർത്ഥന എന്നാണ് അർത്ഥം. പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ തന്നെ ഖുർആനിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന സ്വലാത്തൊക്കെ സക്കനുല്ലഹു, സക്കാത്ത് തന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബിയോട് അള്ളാഹ് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഇന്ന സ്വലാത്തൊക്കെ സക്കനുല്ലഹു, നിന്റെ നിസ്കാരം അവർക്ക് സമാധാനമാണ് എന്നല്ല, നിന്റെ പ്രാർത്ഥന സക്കാത്ത് തന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സമാധാനമാണ്. അവിടെ സലാത്ത് എന്ന അർത്ഥം പ്രാർത്ഥന. അപ്പൊ ഖുർആനിൽ തന്നെ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സലാത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ സലാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 വക്തിന് 4 17 റക്അത്ത് നിസ്കരിക്കണമെന്നില്ല, പ്രാർത്ഥിച്ചാൽ മതി എന്നൊരുത്തൻ നിഷേധിച്ചാൽ അപ്പൊ ബാക്കിയൊക്കെ ഓൻ അംഗീകരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ലേ, ഓനെ മുസ്ലിം ആയിക്കൂടെ? പറ്റൂല, അവൻ കാഫറാണ്. ഇനി മൂന്നാമതായി അഖറ ബിത്തൗഹീദി വസ്സലാത്ത്, ഒരുത്തൻ തൗഹീദും അംഗീകരിച്ചു, നിസ്കരിക്കണം അതും അംഗീകരിച്ചു, പക്ഷേ വജഹദ വുജൂബ സക്കാത്ത്, സക്കാത്ത് നിർബന്ധമാണ് എന്നതും നിഷേധിച്ചു. നിസ്കരിച്ചോളാം, ബാക്കി എല്ലാ കാര്യം ഞാൻ അംഗീകരിച്ചോളാം, അള്ളാഹനെ മാത്രം ദുആ ചെയ്തോളാം, ശിർക്ക് തന്നെ സംഗതിയേ ചെയ്യൂല, പറയൂല, അങ്ങനെ വിശ്വാസവുമില്ല, പക്ഷെ സക്കാത്ത് ഞാൻ തരൂല. ഔ അഖറ ബിഹാദാ കുല്ലിഹി, അല്ലെങ്കിൽ തൗഹീദ് അംഗീകരിച്ചു, നമസ്കാരം അംഗീകരിച്ചു, സക്കാത്ത് അംഗീകരിച്ചു, അവൻ നോമ്പ് നോൽക്കുകയില്ല, അതിനവൻ നിഷേധിച്ചു, റമളാനിലെ നോമ്പ്. ഔ അഖറ ബിഹാദാ കുല്ലിഹി, അല്ലെങ്കിൽ ഇത് 4 അംഗീകരിച്ചു, ഇത് തൗഹീദ് അംഗീകരിച്ചു, നമസ്കാരം അംഗീകരിച്ചു, സക്കാത്ത് അംഗീകരിച്ചു, നോമ്പ് അംഗീകരിച്ചു, വജഹദ വുജൂബൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധമല്ല എന്നൊരുത്തം പറഞ്ഞാൽ ഇവ മുസ്ലിം ആകുമോ? ഇല്ല, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഒറ്റ കാര്യം നിശ്ചയിച്ചിട്ടുള്ളൂ,
മുസ്ലിം അല്ല, ഖാഫറാണ്, ഇസ്ലാമിന്റെ വൃത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. വലമ്മ ലം യൻഖദ് ഉനാസുൻ ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ചില ആളുകൾ ഹജ്ജ് അംഗീകരിച്ചില്ല. ഇത് മുസ്ലിങ്ങളല്ല. ഹജ്ജ് ആയത്തിറങ്ങിയപ്പോ ജൂത ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഹജ്ജ് ചെയ്യൂല എന്ന് പറഞ്ഞു എന്ന് ഇബ്നു അബ്ബാസിന്റെ മൗലയായിരുന്ന ഇക്രിമ എന്ന താബിഈ പണ്ഡിതനും അങ്ങനെ പലരും ഉദ്ധരിച്ചതായി കാണാം. ജൂത ക്രിസ്ത്യാനികൾ ഹജ്ജ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഏതാകട്ടെ അങ്ങനെ കുറച്ച് ആളുകൾ ഹജ്ജ് നിഷേധിച്ചു. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. എന്നിട്ട് എന്ത് പറഞ്ഞു? വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ. ഇവിടെ എന്തിനെ നിഷേധിച്ചാൽ? നാം ഹജ്ജ് ചെയ്യുകയില്ല എന്ന് നിഷേധിച്ചാൽ എല്ലാ കുഫറും പെടും. ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞത് ഹജ്ജിനെ സംബന്ധിച്ചാണ്. അപ്പൊ വമൻ കഫറ എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്നതിനെ നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരിൽ നിന്ന് ഐശ്വര്യവാനാണ്. അള്ളാഹ് നിങ്ങൾ ഹജ്ജ് ചെയ്തുള്ളൊന്നും ഒരു കാര്യമില്ല. ഹജ്ജ് ചെയ്തിട്ട് അള്ളാഹ് ഒന്നും കൂടാനില്ല, ചെയ്തിട്ടൊന്നും കുറയാനുമില്ല. അള്ളാഹു തന്നെയാണ്, കൂടില്ല കുറയൂല. അതുകൊണ്ട് ലോകരിൽ നിന്ന് അള്ളാഹു ധന്യനാണ് ആരെങ്കിലും നിഷേധിച്ചാൽ. അപ്പൊ ഇവിടെ ഹജ്ജ് നിഷേധിച്ചാൽ അവൻ കാഫറായി എന്നതിനിവിടെ ആയത്ത് തെളിവ് കൊടുത്താൽ. ഈ തൗഹീദ് പോലും അംഗീകരിച്ച ഒരുത്തൻ, അല്ലെങ്കിൽ പ്രവാചകൻ അംഗീകരിച്ചവൻ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു കാര്യത്തെയോ, ഖുർആൻ അംഗീകരിക്കുന്നവൻ ഖുർആനിൽപ്പെട്ട ഒരു കാര്യത്തെയോ നിഷേധിച്ചാൽ അവൻ കാഫറായി എങ്കിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദ് തന്നെ ഒരുത്തൻ നിഷേധിച്ചാൽ പിന്നെ ഓനെങ്ങനെ മുസ്ലിം ആവുന്നതാണ്? പിന്നെ എങ്ങനെ മുസ്ലിമാക്കാൻ പറ്റും? നിസ്കരിക്കൂല എന്ന് ഒരുത്തൻ കാഫറാണെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമെന്ന് പറയുന്നവൻ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ആവുക? അതിനാണ് ശേഖ് ഈ മറുപടികളൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നത്. കാരണം ഏറ്റവും തൗഹീദ് ഉള്ളവനല്ല നിസ്കരിക്കേണ്ടത്, തൗഹീദ് ഇല്ലാത്ത നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ തൗഹീദ് അംഗീകരിക്കാത്ത പിന്നെ നിസ്കരിച്ച എന്താ കാര്യം? നിസ്കാരം തന്നെ ഒഴിവാക്കിയാൽ ഒരുത്തൻ കാഫറാണെങ്കിൽ തൗഹീദ് തന്നെ എതിർത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആളുകളെ അള്ളാഹുവിന്റെ മേലെ അബ്ദുൽ ഖാദർ ജീലാനിയെയും നബിയെയും ദിഫായ് ശേഖിനെയും CM മടവൂരിനെയും ഒക്കെ കൊണ്ടുപോയി വെക്കുന്ന ഈ നാട്ടിലെ ഖുറാഫി, കുബൂരി, സൂഫി, സമസ്ത എന്ന് പറയുന്ന ആളുകൾ പിന്നെ എങ്ങനെ മുസ്ലിമാകും? അവരെ നമുക്ക് ഇതൊക്കെ അംഗീകരിക്കണ്ടല്ലോ. പിന്നെ ഒരു ചെറിയൊരു അള്ളാഹു അല്ലാത്തവരുടെ ദുആ നടത്തുന്നല്ലോ, അത് വിവരമില്ലായിട്ടല്ലേ ഓനെ കൂടി മുസ്ലിമാക്കി കൂടെ എന്ന് ചോദിച്ചാൽ ഇവൽക്കൊക്കെ ഉള്ള മറുപടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.